പിച്ച് പെർഫെക്റ്റ് ഫുട്ബോളിലേക്ക് സ്വാഗതം. നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂറോന്റെ കഴിഞ്ഞ സെമി ഫൈനലിൽ ടീമുകളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു അനാലിസിസും, അതുപോലെ ഫൈനലിലേക്ക് വരുമ്പോൾ ആർക്കായിരിക്കും ചാൻസ് കൂടുതൽ എന്നുള്ള ഒരു പ്രഡിക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ കോപ്പയുടെ സെമി ഫൈനലിൽ അർജന്റീനയും കൊളംബിയയും ജയിച്ച് കയറി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ആ ഫൈനലിൽ ആരുടെ പെർഫോമൻസ് ആയിരിക്കും ബെറ്റർ, ആർക്കായിരിക്കും ചാൻസ് കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂറോന്റെ ആദ്യത്തെ ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ സ്പെയിനും ഫ്രാൻസും തമ്മിലായിരുന്നു മാച്ച്. സ്പെയിൻ അവിടെ ജയിച്ചു കയറി 12 വർഷങ്ങൾക്ക് ശേഷം ഒരു യൂറോ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ ക്യാമ്പയിനിൽ 6 മാച്ചുകളും ജയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിക്കുന്നത്. അത് റെക്കോർഡാണ്. യൂറോയിൽ ഇതുവരെ 6 മാച്ചും ഒരാളും ജയിച്ചു കയറി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഫ്രാൻസിനെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്തൊന്നും ഫ്രാൻസ് ഇങ്ങനെ സെമി ഫൈനലിൽ തോറ്റു പുറത്താവണ സീനൊന്നും കണ്ടിട്ടില്ല. അവര് സെമിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഫൈനലിൽ വരെങ്കിലും അവര് കളിച്ചെത്താൻ ശ്രമിക്കാറുണ്ട്. മാച്ചിലേക്ക് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം തൊട്ട് ഫ്രാൻസിന്റെ നല്ല രീതിയിലുള്ള ഹൈ ഇന്റൻസിറ്റി കൗണ്ടർ അറ്റാക്കുകളായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവര് മുമ്പത്തെ മാച്ചുകളിൽ നിന്ന് കൗണ്ടർ അറ്റാക്കിൽ ഒരു സ്ലോ ഫേസിലേക്ക് വരുന്ന പ്രശ്നമൊന്നും ഈ മാച്ചിൽ ഉണ്ടായിരുന്നില്ല. എംബാപ്പെ ലെഫ്റ്റ് വിങ്ങിലൊക്കെ നല്ല രീതിയിൽ ത്രെറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു തുടക്കം തൊട്ട്. അത് കഴിഞ്ഞിട്ട് സ്പെയിനിന്റെ സൈഡിൽ നിന്നും അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം സ്പെയിൻ നല്ല അറ്റാക്കിംഗ് ഇന്റന്റോട് കൂടി കളിക്കുന്ന ഒരു ടീമാണ്. അവരുടെ സൈഡിൽ നിന്ന് അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലെമീൻ യമാലിന്റെ ഒരു ക്രോസ് ഫാബിയൻ റൂയിസിന് ഹെഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. അത് ഗോളാക്കി മാറ്റാൻ അവർക്ക് പറ്റുക. അപ്പുറത്തെ സൈഡിൽ അതുപോലെ ഒരു ചാൻസ് എംബാപ്പെ നല്ല രീതിയിൽ ഒരു പിൻ പോയിന്റ് ക്രോസ് കൊളംബിയക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർ ഗോളാക്കി കൺവേർട്ട് ചെയ്തു. അപ്പൊ നമുക്കറിയാം ഫ്രാൻസ് ഇതുവരെ അവർ വന്നേക്കണത് 4 ക്ലീൻ ഷീറ്റ്സ് വെച്ചിട്ടാണ് ഇപ്പൊ സെമി ഫൈനലിൽ ഇതുവരെ എത്തിയത്. അപ്പൊ ഫ്രഞ്ച് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഒരു ലീഡ് വെച്ചിട്ട് പിടിച്ചു നിൽക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ മുന്നത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെയിൻ പോലത്തെ ഒരു ടീമിനെതിരെ ഒരു ഗോൾ ലീഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഡിഫെൻസീവ് ഷേപ്പ് വെച്ചിട്ടോ പിടിച്ച് എളുപ്പമായിരിക്കില്ല. കാരണം അവർക്ക് നല്ലൊരു അറ്റാക്കിംഗ് ലൈൻ ഉണ്ട്. പ്രത്യേകിച്ച് ഭയങ്കര ഡേഞ്ചറസ് ആയ 2 വിങ്ങേഴ്സ് ഉണ്ട്. അത് തന്നെയാണ് സംഭവിച്ചത്. അവരുടെ റൈറ്റ് വിങ്ങറായ ലെമീൻ യമാലിന്റെ ഒരു ഗംഭീര ഗോളാണ് പിന്നെ അതിന് ശേഷം കണ്ടത്. ആള് നല്ല രീതിയിൽ 2 ഫേക്ക് ഇട്ടതിന് ശേഷം ഒരു ബ്യൂട്ടിഫുൾ കളർ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു. അത് ഗോളായി മാറി. അതിനുശേഷം പതുക്കെ സ്പെയിൻ കളിയിലേക്ക് വളർന്നു വരണാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ 2ാമത്തെ ഗോളും വന്നു. ഫ്രാൻസിന്റെ ഡിഫൻഡേഴ്സിന്റെ ക്ലിയറൻസിൽ നിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആണ് ആള് ബോൾ എടുത്ത് ഒരു 2 ബ്യൂട്ടിഫുൾ ടച്ചസിൽ ഫിനിഷ് ചെയ്തു. ജൂൽസ് കുണ്ടേരെ കാലുമ്പ് തട്ടിയിട്ടാണ് ഗോളായത്. ഗോൾ കീപ്പർക്ക് ഒരു അവസരം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ക്ലോസ് റേഞ്ച് ഫിനിഷ് ആയിരുന്നു അത്. ഇനി പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലെമീൻ യമാല് അത്രയും ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ആള് ഈ ചെറിയ പ്രായത്തിലും ടീമിനെ ഫൈനൽ വരെ എത്തിച്ചു എന്ന് പറയുന്നത്. അതും 3 അസിസ്റ്റും 1 ഗോളും ഈ എംഎയിൽ ആൾ അടിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ടീമിന് വേണ്ടി കൊടുത്തിട്ടാണ് ഇപ്പോൾ ടീം ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ടത് സ്പെയിനിന് നഷ്ടപ്പെട്ട റെഡ് കാർഡുകളും അതുപോലെ തന്നെ ഇഞ്ചറിയും കാരണം നഷ്ടപ്പെട്ടു പോയ പ്ലേയേഴ്സ് കർവാല്, നോർമാൻഡ്, പെഡ്രി പോലത്തെ പ്ലേയേഴ്സിന് വന്ന റീപ്ലേസ്മെന്റ് ആണ്. എടുത്തു പറയേണ്ടത് ജീസസ് നവാസിനെയാണ്. അപ്പൊ റൈറ്റ് ബാക്കിൽ ആള് ഇന്നലെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലെഫ്റ്റ് വിങ്ങില് എംബാപ്പയുടെയും ഹെർണാണ്ടസിന്റെയും കളിക്കാരന് ഇത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നെങ്കിലും പതുക്കെ ആള് മാച്ചിലേക്ക് ഗ്രോ ചെയ്ത് വന്നു. 2ാമത്തെ ഗോളില് വഴിയൊരുക്കിയ ഒരു ക്രോസ് ഇട്ടിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പകരം പ്ലേയേഴ്സ് വന്നു. അതുപോലെ തന്നെ ഫ്രാൻസിന്റെ സൈഡിൽ നിന്ന് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഗ്രീസ്മാൻ കാൻഡേക്ക് പകരം വന്നു. കാൻഡേ ആയിരുന്നു അതുവരെ ഇത്തിരിയെങ്കിലും ക്രിയേറ്റീവായി കളിക്കാൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ റോഡ്രി നല്ല രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് കാൻഡേക്കും വലിയ കാര്യമായിട്ട് ഈ മാച്ചിൽ ചെയ്യാൻ പറ്റിയില്ല. ഗ്രീസ്മാൻ പകരം വന്നിട്ടും വലിയ ത്രെറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. പകരം കമോവിംഗയും ബാർക്കോളയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയൊരു ഇമ്പാക്ട് അവർക്ക് മാച്ചിലേക്ക് ഉണ്ടാകാൻ പറ്റിയില്ല. അങ്ങനെ മാച്ച് സ്പെയിൻ നല്ല രീതിയിൽ ആ ലീഡ് ഹോൾഡ് ചെയ്ത് ജയിക്കുന്നതാണ് കണ്ടത്. നമുക്കറിയാം സ്പെയിൻ ബോൾ കയ്യിൽ വെച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ്. ഫ്രാൻസ് ആണെങ്കിൽ കൗണ്ടർ അറ്റാക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടീമാണ്. ഫ്രാൻസിന് ഒരു തരത്തിലും ചാൻസ് കൊടുക്കാത്ത ബോൾ കയ്യിൽ വെച്ചുകൊണ്ട് അവര് കളി വിജയത്തിലെത്തിക്കായിരുന്നു എന്ന് പറയാം. 2ാമത്തെ സെമി ഫൈനൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് നെതർലാൻഡ്സ് മാച്ചിൽ ഇംഗ്ലണ്ട് ജയിച്ചു കയറി അവരുടെ ബാക്ക് ടു ബാക്ക് യൂറോ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ മാച്ച് നോക്കായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലൊക്കെ ഇംഗ്ലണ്ട് നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ നെതർലാൻഡ്സിന്റെ സൈഡിൽ നിന്ന് ആ ഫസ്റ്റ് ഗോൾ വന്ന കാരണമാണ് അവർ ഇത്രയും ഗെയിമിൽ ഇൻവോൾവ് ആയെന്ന് വേണമെങ്കിൽ പറയാം. നെതർലാൻഡ്സിന്റെ ആദ്യത്തെ ഗോൾ നോക്കായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഡെക്ലാൻ റൈസിന്റെ ഒരു മിസ്സിലായിരുന്നു. ആ സാവി സിമൻസ് ആ ബോൾ എടുത്ത് പോസ്റ്റിലേക്ക് അടിച്ച് നല്ലൊരു ഷോട്ട് തന്നെയായിരുന്നു. ഗോൾ കീപ്പറിന്റെ ഒരു തരത്തിൽ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ സഡൻ ആയിട്ടുള്ള ഒരു ഷോട്ട് ആയതുകൊണ്ടാണ് അത് ഗോളായിട്ട് പെട്ടെന്ന് കൺവേർട്ട് ആയത്. അത് കഴിഞ്ഞിട്ട് അധികം വൈകാണ്ട് ആ ഒരു പെനാൽറ്റി ഇൻസിഡന്റ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് അതൊരു പെനാൽറ്റി കൊടുക്കാനുള്ള സംഭവം ഇല്ല എന്നുള്ളത്. നമുക്കറിയാം അത് ബോഡി കോണ്ടാക്ട് വന്നിട്ടുണ്ട് ഡംഫ്രീസിന്റെ
കാല് ആളുടെ മുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഡംഫ്രീസ് ഒരു തരത്തിലും ബോൾ വിൻ ചെയ്തിട്ടില്ല. അപ്പൊ അഡ്വാൻറ്റേജ് അവിടെ ഹാരി കെയ്ൻ തന്നെയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിന് പെനാൽറ്റി കിട്ടേണ്ടതാണ്. പക്ഷെ അതിന് തൊട്ട് മുമ്പത്തെ വിഷ്വൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്കയുടെ കയ്യിൽ ബോൾ തട്ടിയിട്ടുണ്ട്. അത് തട്ടിയില്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബോൾ ബോക്സിന്റെ പുറത്തേക്ക് പോകേണ്ട ഒരു ബോളായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുപോലെ റഫറി നമുക്കറിയാം മുമ്പ് ആള് മാച്ച് ഫിക്സിങ്ങിന്റെ പേരിലൊക്കെ ഒരു പ്രാവശ്യം സസ്പെൻഷനൊക്കെ നേരിട്ടുള്ള ഒരു റഫറിയാണ്. അപ്പോൾ വാർ ചെക്ക് ചെയ്തിട്ടും ഇങ്ങനത്തെ ഇൻസിഡന്റ് കണ്ടില്ല എന്നുള്ളത് പറയണത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഫൗള് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ക്ലിയർ ആണ്. പിന്നെ ആ ഒരു പെനാൽറ്റി അവർ കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ഡംഫ്രീസിന്റെ സൈഡിൽ നിന്ന് നല്ല പെർഫോമൻസ് തന്നെയാണ് ത്രൂ ഔട്ട് മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നത്. കോബി മൈനുവിന്റെ നല്ലൊരു പാസിൽ ഫോഡന്റെ ഒരു ടാപ്പിന് ഉണ്ടായിരുന്നു. അത് ആള് ഗോൾ ലൈൻ സേവ് ആണ് നടത്തിയത്. ആ ഡംഫ്രീസിന്റെ സേവ് കാരനാണ് അവര് മാച്ചിൽ ഹോൾഡ് ചെയ്ത് നിന്നുണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫിലേക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നെതർലാൻഡ്സിന്റെ മിഡ്ഫീൽഡ് ഭയങ്കര ഡെഡ് ആയിരുന്നു. അതിനുശേഷം ഡിപ്പായിക്ക് പരിക്ക് പറ്റി, വീർമേൻ പകരം വന്നു. സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവര് വെഗോസിനെ ഇറക്കി. നല്ല രീതിയിൽ അവർ പതുക്കെ മാച്ചിലേക്ക് തിരിച്ചു വന്നു. ഇംഗ്ലണ്ട് പഴയ രീതിയിലേക്കുള്ള കളിയിലേക്ക് പോയി. മുമ്പുള്ള മാച്ചുകളിൽ കണ്ട പോലെ ഒരു സ്ലോ പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ, ഒരു തരത്തിലും അറ്റാക്കിംഗ് മൈൻഡ് കാണിക്കാത്ത രീതിയിലായിരുന്നു അവർ പിന്നീട് കളിച്ചത്. അത് കഴിഞ്ഞിട്ട് നെതർലാൻഡ്സിന്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് രണ്ട് ടീമിന്റെ സൈഡിൽ നിന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഭയങ്കരമായിട്ട് ഡിലേ ചെയ്തിരുന്നത്. രണ്ട് ടീമുകളും എക്സ്ട്രാ ടൈമിലേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് അത്രയും ഡിലേ ചെയ്ത് കളിച്ചിരുന്നത്. അതിനിടയിൽ സൗത്ത് ഗേറ്റ് ആളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കി. കോൾ പാർമറും ഒലിവ് വാറ്റ്കിൻസും സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് പകരം വന്നു. അവർ രണ്ടുപേരാണ് ആ ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്തെടുത്തതെന്ന് പറയാം. കോൾ പാർമറിന്റെ അസിസ്റ്റിൽ നിന്ന് ഒലിവ് വാറ്റ്കിൻസ് ആ ഗോൾ നേടിയത്. എന്താ പറയാ, ക്ലച്ച് ഗോള്, ആ ഒരു ടച്ച് ടേണ്, അതിനുശേഷമുള്ള ആ ഫിനിഷ് ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. ആ ഒരു ഗോള് വന്നതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാനുള്ള സമയം നെതർലാൻഡ്സിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അവർ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അതിനുശേഷം വളരെ കുറച്ച് മിനിറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. അവരിറക്കി, ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. മാച്ച് ഇംഗ്ലണ്ട് എടുക്കാണ് ഉണ്ടായത്. ഇനി പ്ലെയർ പെർഫോമൻസ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്കയുടെയും ഫോർഡന്റെയും പെർഫോമൻസ് ടോപ്പ് നോച്ച് തന്നെയായിരുന്നു. അവരുടെ ക്ലബിലുള്ള ഒരു പെർഫോമൻസ് നമ്മൾ ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കോബി മൈനും. സൗത്ത് ഗേറ്റിന് കാൽവിൻ ഫിലിപ്സ് ഈ ക്യാമ്പയിനിൽ ഇല്ല എന്നുള്ളൊരു വിഷമം പറയുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു ഉത്തരമാണ് കോബി മൈനു എന്ന് വേണമെങ്കിൽ പറയാം. ആട് മിഡ്ഫീൽഡ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇന്റർസെപ്ഷൻസും ടാക്കിൾസ് ഒക്കെ വരുത്തുണ്ടായിരുന്നു. DP ടീമിന് ബിൽഡ് ചെയ്യാനുള്ള രീതിയിൽ പാസുകളും കാര്യങ്ങളും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ആൾ തന്നെയാണ് കാൽവിൻ ഫിലിപ്സിന്റെ നല്ലൊരു റീപ്ലേസ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഹാരി കെയ്ന്റെ പെർഫോമൻസ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗോളിൽ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും രണ്ട് ഹാഫിൽ ആളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ സൈഡിൽ നിന്ന് ആ ഒരു ഗോൾ വെച്ച് വേറെ ഒറ്റൊരു ഷോട്ടും ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആളുടെ 6ാമത്തെ നോക്കൗട്ട് സ്റ്റേജ് ഗോളായിരുന്നു ഇത്. അത് റൊണാൾഡോനെയായിട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് തന്നെയാണ്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാമ്പയിനിൽ ആളുടെ പെർഫോമൻസ് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. ആൾക്ക് ഇപ്പോൾ ഒരു അവസരം കൂടി വന്നിരിക്കുകയാണ് ഒരു ട്രോഫി നേടാൻ. നോക്കി തന്നെ കാണാം ഞായറാഴ്ച ആരായിരിക്കും ട്രോഫി നേടാൻ പോണത്. ഇനി ഫൈനൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും പറയുന്നത് സ്പെയിൻ തന്നെയാണ് അവിടെ ഒരു ചാൻസ് കൂടുതൽ. ഇംഗ്ലണ്ടിനായിട്ടും ബെറ്റർ ആയ ടീം സ്പെയിൻ തന്നെയാണെന്നാണ്. പക്ഷെ ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലണ്ട് ടീമിന്റെ മനസ്സിലൊരു അണ്ടർഡോഗ് മെന്റാലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ചും ഒരു മാച്ചിന്റെ അവസാനം വരെ പൊരുതാനുള്ള ഒരു ഫൈറ്റ് കൊടുക്കാനുള്ള ഒരു മെന്റാലിറ്റി ഇംഗ്ലണ്ട് പ്ലേയേഴ്സിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തരത്തിൽ അവരെ കുറച്ച് കാണാൻ പറ്റില്ല. നമുക്കറിയാം അതിലത്തെ എല്ലാ പ്ലേയേഴ്സും നല്ല ക്വാളിറ്റി ഉള്ളവരാണ്. പ്രാക്ടിക്കലി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാച്ചിലേക്ക് വരുമ്പോൾ സ്പെയിൻ തന്നെയാണ് ചാൻസസ് കൂടുതൽ. പക്ഷെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ആഗ്രഹം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ട്രോഫി അടിക്കുന്നത് കാണാൻ ഒരു ആഗ്രഹമുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും ഈ ഇയേഴ്സ് സ്ട്രഗിൾ ചെയ്ത് സെമി ഫൈനലിൽ പലപ്പോഴും ഫൈനലിൽ എത്തിയിട്ടൊക്കെ പുറത്തായിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യമെങ്കിലും അവരൊരു ട്രോഫി അടിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചും ഹാരി കെയ്നും സൗത്ത് ഗേറ്റിനും അതൊരു ഡിസർവിങ് ആയിട്ടുള്ള ഒരു ട്രോഫി തന്നെയായിരിക്കും. ഇനി കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ ആദ്യത്തെ മാച്ച് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീന കാനഡ. ലോക ചാമ്പ്യന്മാരായ അർജന്റീന വീണ്ടും ജയിച്ച് കയറി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ജെസെ മാഷിന്റെ കാനഡ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ക്യാമ്പയിനിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ സെമി ഫൈനലിലേക്ക് വരുമ്പോൾ അവര് ഗ്രൂപ്പ് സ്റ്റേജിലത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഫാർ ബെറ്റർ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. 2-0 തോറ്റെങ്കിലും ഒരു തരത്തിലും വൺ സൈഡഡ് ആയിട്ടുള്ള മാച്ച് ആയിരുന്നില്ല. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ അർജന്റീന അത്യാവശ്യം കാനഡനായിട്ടും ബെറ്റർ ആയി ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിലുള്ള അറ്റാക്ക് കാനഡയുടെ സൈഡിൽ നിന്നും ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് സ്കലോനി വരുത്തിയിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം ഒരു 5 അറ്റ് ദ ബാക്കിലേക്കൊക്കെ അവർ പോയിട്ടുണ്ടായിരുന്നു, പെലാസിയോസിനൊക്കെ മിഡ്ഫീൽഡിൽ ഇറക്കിയിട്ട്. 5 അറ്റ് ദ ബാക്കിൽ കളിച്ചപ്പോൾ പോലും കാനഡയ്ക്ക് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അർജന്റീനയുടെ ഡിഫൻഡേഴ്സും മിഡ്ഫീൽഡേഴ്സും ഒക്കെ ഭയങ്കര സ്ലോപ്പി ആയിരുന്നു. അവരുടെ സൈഡിൽ നിന്ന് മിസ് പാസുകളും അനാവശ്യമായ പല മിസ്റ്റേക്കുകളും ഉണ്ടായിരുന്നു. അതൊന്നും കാനഡയ്ക്ക് മുതലെടുക്കാൻ പറ്റാണ്ടിരുന്നത് അവരുടെ ഗോളിന് മുമ്പിലുള്ള അറ്റാക്കേഴ്സ് ഒക്കെ അത്ര ക്ലിനിക്കൽ അല്ലാത്തതുകൊണ്ടാണ്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2-0 എന്ന സ്കോറിൽ കളി അവസാനിക്കില്ലായിരുന്നു. സ്കലോനിക്ക് പല മിസ്റ്റേക്കുകളൊക്കെ ക്ലിയർ ചെയ്ത് ഫൈനലിലേക്ക് ഇറക്കേണ്ടി വരും. നമുക്കറിയാം ഇതിന്റെ പ്ലേയേഴ്സ് ഒന്നും ക്വാളിറ്റി ഇല്ലാത്തവരൊന്നുമല്ല, പക്ഷെ ഫൈനലിലേക്ക് വരുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് എന്തായാലും അർജന്റീന പുറത്തെടുക്കേണ്ടി വരും. ഇനി കോപ്പയുടെ മറ്റേ സൈഡ് ബ്രാക്കറ്റ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യൂറുഗ്വേ കൊളംബിയ മാച്ച് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള മാച്ച് ആയിരുന്നു. ആ മാച്ചിലേക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെസ്റ്റർ ലോറൻസോന്റെ കൊളംബിയ വീണ്ടും ഒരു അൺബീറ്റൻ റൺ നടത്തിക്കൊണ്ട് ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. 25 മാച്ചായിട്ട് അവര് തോറ്റിട്ടില്ല. കൊളംബിയക്ക് എതിരായ മാച്ചിൽ നല്ലൊരു പെർഫോമൻസ് അവരുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. രണ്ട് ടീമുകളും നല്ല അറ്റാക്കിംഗ് ഇന്റന്റോട് കൂടിയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. യൂറുഗ്വേക്ക് തന്നെയായിരുന്നു ബെറ്റർ ചാൻസസ് സ്റ്റാർട്ടിങ്ങിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ന്യൂനസിന് 1-2 നല്ല ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആള് ഒരു തരത്തിലും ഗോളിന്റെ മുമ്പിൽ ക്ലിനിക്കലായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബ്രസീലിനെതിരായ മാച്ചിലും ഇതുപോലെയൊക്കെ ആയിരുന്നു. ആൾക്ക് നല്ല ചാൻസുകൾ, കുറച്ചധികം ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആ മാച്ചിലേക്ക് വരുമ്പോൾ വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ മാച്ചിൽ വന്നപ്പോൾ അതൊക്കെ എണ്ണപ്പെട്ടു. കൊളംബിയയുടെ സൈഡിൽ നിന്നാണെങ്കിൽ അവർക്ക് കിട്ടിയ ചാൻസുകളൊക്കെ അവർ നല്ല രീതിയിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അറിയാം അവരുടെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്ലെയറാണ് ജെയിംസ് റോഡ്രിഗസ്. ആള് മുമ്പത്തെ ഒരു ഫോമിലേക്ക് നല്ല രീതിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആള് സെറ്റ് പീസുകൾ എടുക്കണേൽ നല്ല ക്ലിനിക്കലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ അങ്ങനെ ഒരു കോർണർ കിട്ടിയതിന് ശേഷം ആ കോർണറാണ് അസിസ്റ്റ് ചെയ്തിട്ട് ലർമ ഹെഡ് ചെയ്ത് ഗോളാക്കിയത്. നല്ലൊരു ഹെഡർ ഗോളായിരുന്നു. കൂടെയുള്ള പ്ലേയേഴ്സിനെ ഔട്ട് മസിൽ ചെയ്തുകൊണ്ടാണ് ആൾ അത് ഹെഡർ ഗോളാക്കി മാറ്റിയത്. ഇനി ജെയിംസ് റോഡ്രിഗസിന്റെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1970 പെലെ ഒരു മേജർ ടൂർണമെന്റിൽ 6 അസിസ്റ്റ് കൊടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സൗത്ത് അമേരിക്കൻ പ്ലെയർ 6 അസിസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാറ്റ്സ് ആണ് ജെയിംസ് റോഡ്രിഗസ് ഈ ക്യാമ്പയിനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ അവരുടെ കൊളംബിയയുടെ പെർഫോമൻസ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2001 കോപ്പ അമേരിക്ക നേടിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു കോപ്പ അമേരിക്ക ഫൈനലിൽ എത്തുന്നത്. അതും ഫെബ്രുവരി 2022 അർജന്റീനയോട് തോറ്റതിന് ശേഷം അവർ ഇതുവരെ ഒരു മാച്ച് പോലും തോക്കാനാണ് ഈ ഫൈനലിൽ എത്തിയാണെങ്കിൽ. അപ്പോൾ നെസ്റ്റർ ലോറൻസോന്റെ ടീം അത്രയും സോളിഡ് ആയിട്ടുള്ള ഡിഫൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു 10 പേരായി ചുരുങ്ങിയിട്ട് പോലും യുറുഗ്വേക്കെതിരെ നല്ല രീതിയിൽ പിടിച്ചു നിന്നിരുന്നു. അതും ബിയൽസ പലപ്പോഴും ടാക്ടിക്കൽ ആയിട്ടുള്ള ഫോർമേഷൻ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് ഒരു 3CBയിലായിരുന്നെങ്കിലും അവർ പലപ്പോഴും ഒരു 2CB ഫോർമേഷനിലേക്ക് തന്നെ മാറി മിഡ്ഫീൽഡേഴ്സിൽ പ്ലേയേഴ്സിന്റെ എണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനോ ഒരു ഗോൾ കൺവേർട്ട് ചെയ്തെടുക്കാനോ പറ്റിയില്ല. രണ്ട് ടീമുകൾക്കും ചാൻസ് കിട്ടിയിരുന്നെങ്കിലും ഒരു തരത്തിലും യുറുഗ്വേക്ക് അത് മുതലെടുക്കാൻ പറ്റിയില്ല. 10 പേരായി ചുരുങ്ങിയിട്ട് പോലും കൊളംബിയക്ക് നല്ല രീതിയിൽ പിന്നെയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളത് വേറൊരു പോയിന്റാണ്. ഇനി മാച്ച് കഴിഞ്ഞിട്ടുണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡ്സിൽ വലിയ ഫൈറ്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില് യുറുഗ്വേൻ പ്ലേയേഴ്സ് അവരുടെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നുള്ള രീതിയിൽ അവരുടെ ക്യാപ്റ്റനായ ഗിമെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ബിയൽസ കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ അവർക്ക് വേണ്ടി സംസാരിച്ചത്. അപ്പോ കോൺമേബോളുടെ സെക്യൂരിറ്റിയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനി 2026 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോണ രാജ്യത്ത് ഇങ്ങനെ പല മാച്ചുകളിലും പ്രശ്നങ്ങൾ അടങ്ങുന്നത് ഭയങ്കര ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിയൽസ നല്ല രീതിയിൽ ഇതിന്റെ ഒരു അന്വേഷണത്തിനെ പറ്റിയൊക്കെ ചോദ്യം ചെയ്തു. കോൺമേബോള് അന്വേഷണത്തിന് വിധിച്ചെന്നെങ്കിലും പക്ഷെ ഒരു തരത്തിലും ഇതുവരെ ഒരു തീരുമാനം ഒന്നും ഉണ്ടായിട്ടില്ല. പ്ലേയേഴ്സ് യുറുഗ്വേക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് ഇനി വരുന്ന മാച്ചുകളിൽ അവരുടെ ടീമിനെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രധാന സ്ട്രൈക്കറായ ന്യൂനസ് അതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പൊ ആൾക്ക് എന്തെങ്കിലും സസ്പെൻഷനോ ബാനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു പേടി ബിയൽസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ കോൺമേബോളിന്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് ആള് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഫൈനലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അർജന്റീനക്ക് നല്ലൊരു റെക്കോർഡാണ് മുമ്പിൽ നിൽക്കുന്നത്. സ്പെയിൻ 2008, 2010, 12 വർഷങ്ങളിൽ യൂറോ വേൾഡ് കപ്പ് വീണ്ടും ഒരു യൂറോ എന്നുള്ള രീതിയിൽ ഒരു ട്രിപ്പിൾ ക്രൗൺ നേടിയിട്ടുണ്ടായിരുന്നു. അത് റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡിനൊപ്പത്തുള്ള ഒരു അവസരമാണ് അർജന്റീനക്ക് മുമ്പിലുള്ളത്. ഈ ഒരു കോപ്പയും കൂടി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റെക്കോർഡ് അവർക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കോപ്പ അവർക്ക് വിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യുറുഗ്വേന്റെ ഒപ്പം നിൽക്കണ 15 കോപ്പ അമേരിക്ക എന്ന റെക്കോർഡ് അവർക്ക് തിരുത്തിയിട്ട് 16 എന്ന റെക്കോർഡിലേക്ക് അർജന്റീനക്ക് കയറാൻ പറ്റും. പക്ഷെ ഒട്ടും എളുപ്പമായിരിക്കില്ല. നമുക്കറിയാം കൊളംബിയ അറ്റാക്കേഴ്സ് ഒന്നും അത്ര ക്ലിനിക്കൽ അല്ല. ഗോൾസ് കൺവേർട്ട് ചെയ്യണതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഡിഫൻസ് ഭയങ്കര സോളിഡ് ആണ്.
അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഡിഫൻസിന് സ്ലോപ്പി ആയിട്ടുള്ള മുന്നേ മാച്ചുകളിൽ കണ്ട പോലത്തെ ഒരു അർജന്റീനയുടെ കളി കളിച്ചാൽ പലപ്പോഴും വർക്കൗട്ട് ആവുന്നില്ല. അത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ മാച്ചിലേക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇമോഷണൽ സൈഡും കൂടി ഉണ്ട്. ഡിമരിയ അവസാന മാച്ച് കളിക്കാണ്. ഇനി ആളും മെസ്സി ഒരുമിച്ച് കളികളുണ്ടാവില്ല എന്ന് നമുക്കറിയാം അർജന്റീനൻ ജേഴ്സിയിൽ. അതുപോലെ തന്നെ മെസ്സിയും ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പ് ഉണ്ടാവോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ മുമ്പിലുണ്ട്. ആളൊരു തീരുമാനം പറഞ്ഞിട്ടില്ലെങ്കിലും ഡിമരിയും മെസ്സിയും ഒരുമിച്ച് ഇനി ഒരു മാച്ച് അർജന്റീന ജേഴ്സിയിൽ കാണാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഭയങ്കര വലുതാണ്. അതുപോലെ ഓട്ടോമെന്റി ഇനിയിപ്പോ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ ടീമിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പൊ ഈ 3 പ്ലേയേഴ്സും ടീം വിട്ട് പോവാണ്. അതിന്റെ കൂടിയും ഒരു ഇമോഷൻ പ്ലേയേഴ്സിനുണ്ട്. ഇപ്പൊ മെസ്സി മുമ്പത്തെ മാച്ചിൽ പ്ലേയേഴ്സിനോട് പറഞ്ഞു ഡിമരിയക്ക് വേണ്ടി ട്രോഫി നേടണം എന്നുള്ളത്. ആ ഒരു മെന്റാലിറ്റി അർജന്റീനിയൻ പ്ലേയേഴ്സ് കാണിക്കുകയാണെങ്കിൽ നല്ലൊരു എന്റർടൈനിങ് ആയ മാച്ച് നമുക്ക് മിയാമിയിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാം ആരായിരിക്കും കപ്പെടുക്കണേ എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ കാണുന്നവരെ.